അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ സംഭാഷണങ്ങൾ അവൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമാക്കി തരട്ടെ. മുമ്പിൽ പുസ്തകങ്ങളോ ഹദീസുകളോ ഖുർആനോ ഒന്നുമില്ല. കണ്ണടച്ചങ്ങനെ ഇരിക്കുകയാണ്. മനസ്സിലെന്താണോ പറയാൻ വരുന്നതെന്ന് എനിക്കും പിടുത്തമില്ല. എങ്കിലും അങ്ങ് പറയുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ്. എങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കും. എന്തെങ്കിലും അബദ്ധങ്ങൾ അതിലുണ്ടായിട്ടുണ്ടോ? നന്മയാണ് ഉദ്ദേശം. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ തർക്കങ്ങളെല്ലാം ഒഴിവാകണം. എല്ലാവരിലും ഓരോരോ മിസ്റ്റേക്കുകളുണ്ട്. അതില്ലാത്ത ആരുമില്ല. എല്ലാവരും അങ്ങനെയാണ് വളർന്നു വന്നിരിക്കുന്നത്. ഓരോ വ്യക്തികളും ഈ ലോകത്ത് ജനിച്ചത് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും അയൽവക്കത്തെ വീട്ടിലെ കുട്ടികളൊക്കെ അവിടെ ജാതിയെന്നോ മതമെന്നോ ഇല്ലാതെ കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് ഒരു കഞ്ഞിയും കൂട്ടാനും വെച്ച് കളിക്കുന്ന ഒരു കളിയുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ആ ഒരു ചിന്തയിലേക്ക് പോവുക. കൊച്ചു കലം കിട്ടാൻ അത് വെച്ചുകൊണ്ട് ചോറുണ്ടാക്കി കറിയുണ്ടാക്കി കളിക്കാൻ എല്ലാവരും പരസ്പരം സ്നേഹസൗഹാർദ്ദത്തോടെ ആണും പെണ്ണും കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഏതെങ്കിലും വീടിൻ്റെ മൂലയിലോ പറമ്പിൻ്റെ ഏതെങ്കിലും കോണിലൊക്കെ ഇരുന്ന് കളിച്ച ആ ഒരു കാലം, അന്നൊരു ചെറിയ മൺകലം കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതിലേക്ക് മണ്ണ് നിറച്ചിട്ട് കല്ല് കൂട്ടി അടുപ്പാക്കി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് വേവാൻ കാത്തിരിക്കുന്ന ആ ഒരു സന്തോഷം. നമുക്കറിയാം അത് മണ്ണാണ്, തിന്നാനും പറ്റില്ലെന്നറിയാം. എങ്കിലും വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മൾ അത് വേവാനായിട്ട് ഇരിക്കുകയാണ്. പച്ചിലകൾ പറിച്ചു കൊണ്ടുവന്ന് ഇഷ്ടികപ്പൊടി വെള്ളത്തിൽ നനച്ച് കുതിർത്ത് ചാറുപോലെയാക്കി കറിയൊക്കെ റെഡിയാക്കി അതിങ്ങനെ വിളമ്പി എല്ലാവരും കൂടി വായിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് താഴത്തേക്ക് ഇട്ട് കളയുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചു, നമുക്കൊന്ന് ഇത്തിരി അരി കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ശരിക്കൊന്ന് ചോറ് വെച്ച് നോക്കാമായിരുന്നു. അങ്ങനെ ആ മണ്ണിൽ നിന്ന് ചിന്ത മാറി കുറച്ചരി വീട്ടിൽ നിന്നൊക്കെ ഉമ്മ അറിയാതെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് വെള്ളമൊക്കെ അവരുണ്ടാക്കുന്ന രീതിയൊക്കെ കണ്ട് മനസ്സിലാക്കി ആ ചെറുപ്രായത്തിൽ എല്ലാ കൂട്ടുകാരും കൂടി ചേർന്നുകൊണ്ട് അതിൽ വെള്ളം വെച്ച് അതിൽ അരിയിട്ട് അത് വെന്തു വരുമ്പോൾ കാണുന്ന സന്തോഷം. മുള്ളഞ്ചീര അതിൻ്റെ ഇലകൾ പറിച്ചു കൊണ്ടുവന്ന് അത് ചുമ്മാ ഒന്ന് വയറ്റിയൊക്കെ എടുത്ത് വളരെ ആ വയറ്റിലെ വിശപ്പ് പോലും മാറ്റാൻ പറ്റാത്ത വിധം വളരെ കുറച്ചുള്ളൂ, അതെല്ലാവരും കൂടി 2 പറ്റായാലും 3 പറ്റായാലും അതിങ്ങനെ കഴിക്കുമ്പോൾ കിട്ടിയ ഒരു ആനന്ദം. അപ്പോൾ നമ്മളെല്ലാവരും ഇത് കളിച്ചുകൊണ്ട് വളർന്നു. അങ്ങനെ കളിച്ച പല സ്ത്രീകളും പല പുരുഷന്മാരും അച്ഛനും അമ്മയും ഒക്കെ കളിച്ച ഈ പറയുന്ന കുട്ടികളൊക്കെ വളർന്ന് ശരിയായ അച്ഛനും അമ്മയും ഒക്കെ ആയി മാറുമ്പോൾ, ബാപ്പയും ഉമ്മയും ഒക്കെ ആയി മാറുമ്പോൾ ആ വീടിൻ്റെ അടുക്കളയിലേക്ക് പോകുന്ന പെണ്ണ്, അവളുടെ മുമ്പിൽ ഇപ്പോൾ വലിയ സൗകര്യങ്ങളുണ്ട്. കലത്തിൽ നിറച്ച അരിയുണ്ട്, കത്തിക്കാൻ നല്ല ഗ്യാസ് അടപ്പുണ്ട്, കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പച്ചക്കറികളുമുണ്ട്. ഒരു മനോഹരമായ വിഭവം തന്നെ തയ്യാറാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ ആ അടുക്കളയിൽ നിന്നുകൊണ്ട് ആ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ത്രീക്ക് അന്ന് ആ മണ്ണ് വെച്ച് കളിച്ച സുഖം അവൾക്കിപ്പോൾ കിട്ടുന്നില്ല. അന്നൊരു
ഇത്തിരി അരി കിട്ടാൻ അവൾ സന്തോഷിച്ചു. ഇന്ന് വീട്ടിൽ അടുക്കളയിൽ ആവശ്യത്തിന് അരിയുണ്ട്. എങ്കിലും ഇതെല്ലാം പാകം ചെയ്യുമ്പോൾ അന്ന് ചെറുപ്പത്തിൽ കളിച്ച ആ ഒരു ആനന്ദം പലർക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളും, സാമ്പത്തികപരമായ പ്രശ്നങ്ങളും, മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങളും, അതിനേക്കാളുപരി മുസ്ലിമായി ജനിച്ചതിൻ്റെ പേരിൽ പലവിധ ആശയക്കുഴപ്പങ്ങൾ നടക്കുന്ന, ചർച്ചകൾ നടക്കുന്ന, തർക്കങ്ങൾ നടക്കുന്ന ആ ഒരു ദീനിൽ നിന്നുകൊണ്ട് മറ്റ് വിഭാഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഇസ്ലാം വളരെ മോശമായ ഒരു മതമാണെന്നും വർഗീയത പരത്തുന്നവരാണെന്നും വർഗീയവാദികളാണെന്നും ഒക്കെ കേൾക്കുമ്പോൾ എല്ലാ ആനന്ദങ്ങളും നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരു വല്ലാത്ത വേദനയാണ്. എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷത്തിൽ എല്ലാ മതങ്ങളെയും റെസ്പെക്റ്റോടുകൂടി കണ്ട് എല്ലാ കൂട്ടുകാരും സുരേഷും രമേഷും സെബാസ്റ്റ്യനും യൂസുഫും മജീദുമൊക്കെ അവരുടെ പേരുകൾ നോക്കാതെ പരസ്പരം സൗഹാർദ്ദങ്ങളിൽ നിന്ന് അവരൊക്കെ ഇന്ന് വളർന്നു വന്നപ്പോൾ അവരവരുടെ മതനേതാക്കന്മാർ തമ്മിൽ കടിപിടി കൂടുമ്പോൾ അവരുടെ ആ ഒരു സൗഹൃദത്തിൽ വിള്ളലുണ്ടാക്കുന്ന തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയുമൊക്കെ മനഃപൂർവ്വം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ഒക്കെ ജീവിക്കുന്നത്. ലക്ഷ്യം നമ്മളുടെ മരണമാണ്. ജീവിതം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മരണം തന്നെയാണ്. കാരണം മറ്റേത് കാര്യവും ലക്ഷ്യം വെച്ചാലും അത് ലക്ഷ്യം വെക്കുക എന്നല്ലാതെ, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നല്ലാതെ, ഇനി അത് നേടിയെടുക്കുക എന്നല്ലാതെ, നേടിയെടുത്താൽ പോലും നമ്മളെപ്പോ ഇവിടെ നിന്ന് വിട പറയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ ഒരു ഉറപ്പുമില്ല. ഒരിക്കൽ ഞാൻ കട നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഫാൻസി ഷോപ്പ് ഉണ്ടായിരുന്നു. കടയിലേക്ക് അവിടുത്തെ പള്ളിയിലെ ഒരു ഉസ്താദ് കയറി വന്നു. അദ്ദേഹം വന്നിട്ട് അവിടെ ഒരു കത്തി വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കത്തികൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിൽ നിന്നൊരു കത്തി എടുത്തിട്ട് അയാളിങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഇതെന്താ വില? ഞാൻ പറഞ്ഞു, അത് 25 രൂപയാണ്. ഇത് എത്ര നാൾ നിൽക്കും? അയാൾ എന്നോട് ചോദിച്ചു, ഇത് എത്ര നാൾ നിൽക്കും? അദ്ദേഹത്തിൻ്റെ ചോദ്യം മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ വന്ന് കച്ചവടം ചെയ്യുകയാണ്. അപ്പോൾ നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ, പണ്ഡിതന്മാരാണല്ലോ പഠിപ്പിക്കേണ്ട ആൾക്കാർ, നമ്മളല്ലല്ലോ. നമ്മൾ പണ്ഡിതനൊന്നും അല്ലല്ലോ. എങ്കിലും നമ്മളുടെ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കിയ അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വളരെയധികം സ്നേഹത്തോടു കൂടി നമ്മളെ പിൻപറ്റുമ്പോൾ അതിൽ അസൂയ പൂണ്ടുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഈ പണ്ഡിതൻ ആ ഒരു അസൂയയോടുകൂടിയാണ് കടയിലേക്ക് വന്നതും ഇത്തരം ചോദ്യങ്ങൾ എൻ്റെ മുമ്പിലേക്ക് ഇടുന്നതും. അതെനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അയാളോട് അങ്ങനെ സംസാരിക്കുന്നത്. അതിന് 25 രൂപയാണ്. ഇത് എത്ര നാൾ നിൽക്കും? ഇതാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എത്ര നാൾ നിൽക്കണം? അപ്പൊ അയാള് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അതെന്താ? അല്ല, എത്ര നാൾ നിൽക്കണമെന്ന് നിങ്ങൾ പറയൂ. നിങ്ങൾ പറയുന്ന അത്രയും നാള് ആ കത്തി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് നമുക്കുണ്ടാക്കാം. അപ്പൊ നിങ്ങളൊരു മുദ്രപത്രത്തിൽ എഴുതി, ഞാനും എഴുതി തരാം, ഇത്ര കാലം ഈ കത്തി ഒരു കുഴപ്പവുമില്ലാതെ നിൽക്കും
നിങ്ങളും ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഇത്ര കാലം നിൽക്കുമെന്ന് എനിക്കും എഴുതി തരണം, ഇത് തെറ്റാൻ പാടില്ല. അദ്ദേഹം പിന്നെ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം എന്നെ നോക്കിയിട്ട് അവിടെ നിന്ന് പോയി. പല ആളുകളും പല രീതിയിൽ വന്ന് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ മഹലിലെ അവിടുത്തെ ഞാൻ ഈ പുതിയതായിട്ട് ചെന്ന സ്ഥലപ്പേരൊന്നും പറയുന്നില്ല, കാരണം പണ്ഡിതന്മാരെ നമ്മൾ മോശമാക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഉണ്ടായ വിഷയങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു ദിവസം രാത്രി 10-10:30 മണിയായി കതകിൽ അവിടെ വന്ന് തട്ടുന്നു. ഞാൻ ജനാലിൽ നോക്കുമ്പോൾ പള്ളിയിലെ ഖത്തീബാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇദ്ദേഹം എന്താ ഈ പാതിര? ഇദ്ദേഹത്തിനെയാണെങ്കിൽ എനിക്കും പരിചയമില്ല, കണ്ടിട്ടുണ്ടെന്നല്ലാതെ വേറെ പരിചയങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ വാതിൽ തുറന്നു. ഞാൻ ചോദിച്ചു, എന്താ ഉസ്താദേ? ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാണ്. എന്താ കാര്യം? വാ, കയറിയിരിക്കൂ. അങ്ങനെ അദ്ദേഹം കയറി. ഞാൻ ഈ സമയത്ത് വന്നതിൽ വിഷമമൊന്നും തോന്നരുത്, മറ്റൊന്നും ഉണ്ടായിട്ടല്ല. കമ്മിറ്റിക്കാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് വന്നത്. അവർ കണ്ടു കഴിഞ്ഞാൽ അവരൊരു പിത്തനെ ഉണ്ടാക്കും. അപ്പോൾ കമ്മിറ്റിക്കാരെ പേടിച്ചിട്ട് നടക്കുന്ന ഒരു ഖത്തീബാണ് അദ്ദേഹം. എന്നെ പരിചയപ്പെടാൻ വന്നത് രാത്രി 10:30 മണിക്ക്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കാണാനുള്ള കാരണം? അല്ല, ഞാനിവിടെ വന്നപ്പോൾ മുതൽ താങ്കളെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ ചില സംസാരങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാണ്. അങ്ങനെ എന്നെ പരിചയപ്പെടുകയും എൻ്റെ സ്ഥലവും വീടും അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരസ്പരം നല്ല സൗഹൃദത്തിലായി. അങ്ങനെ ഓരോ വിഷയങ്ങളും സംസാരിച്ചു കൊണ്ട് ദീനീപരമായ വിഷയങ്ങളിലേക്കൊക്കെ കടന്നപ്പോൾ പല തരത്തിലുള്ള ചോദ്യങ്ങളും സംസാരങ്ങളും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഈ അബൂലഹബ് ശരിക്ക് ഇപ്പോൾ സ്വർഗത്തിലെ ആയിരിക്കുമല്ലോ? വെറുതെ ഞങ്ങളൊരു ചർച്ച ഇങ്ങനെ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, പല സംവാദങ്ങളും ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്, എവിടെ എത്തണില്ല. ഇങ്ങനെ സംവാദിച്ച് ഇവരൊക്കെ എങ്ങോട്ടാ പോണത്? പള്ളിക്കാട്ടിലേക്ക്. ഇവരൊക്കെ സംവാദം നടത്തിയ ഇതിൻ്റെ പൂർണ്ണത പോലും കിട്ടാതെയാണ് ഖബറിലേക്ക് പോണത്. ഇനി ഇവര് സംവാദം നടത്തിയതിൻ്റെ ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കേണ്ടത് റബ്ബാണെങ്കിൽ ഇവരിവിടെ കിടന്ന് ഈ ആശയവിനിമയം നടത്തിക്കൂട്ടി കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു കൂട്ടി ഉള്ളാത്ത പ്രചരണങ്ങളൊക്കെ നടത്തി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവരൊക്കെ നരകത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാലുള്ള അവസ്ഥ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ. നമുക്ക് മനസ്സിലായ വിശ്വാസം എന്താണ്? വിശ്വാസം എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുക, നമ്മുടെ ജീവിതത്തിൽ നല്ലത് ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാകുക, നമുക്ക് തന്നിരിക്കുന്ന കർമ്മങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക, ഞാൻ വലുത് നീ ചെറുത് എന്നുള്ള കാഴ്ചപ്പാട് ഇല്ലാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പോയാൽ പോരെ. അതിൽ കുറവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഭംഗിയുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തീരുമാനം റബ്ബിൻ്റെ കയ്യിലല്ലേ. നമ്മളിവിടെ കിടന്ന് തീരുമാനിച്ചിട്ട് എന്താ കാര്യമുള്ളത് എന്നുള്ള വിഷയം ചർച്ച ചെയ്തു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങനെ തർക്കിക്കാനാണെങ്കിൽ ഞാനും ഒരു വിഷയം ചോദിക്കുകയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ അബൂലഹബ് ഇപ്പോൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ലാ, എന്ത് വർത്താനം നിങ്ങൾ പറയണത്? അബൂലഹബ് സ്വർഗത്തിൽ? അങ്ങനെ പറയരുത്, ഖുർആനിൽ പോലും പറഞ്ഞിരിക്കുന്നതാണ് അബൂലഹബ് നശിച്ചിരിക്കുന്നു, അബൂലഹബ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതെല്ലാം ശരി. ഖുർആൻ എപ്പോൾ ഉണ്ടായതാണ്? എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായതാണ് ഖുർആൻ. ഖുർആൻ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ ആളാണ് അബൂലഹബ്. ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറെ കുഴപ്പങ്ങൾ കാണിച്ചു. ഇപ്പോൾ അദ്ദേഹം ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം നരകത്തിൻ്റെ അവകാശിയാണെന്ന് ആ ഒരു സമയത്ത് പറയുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ സ്വർഗത്തിലായിരിക്കുമല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിൽ
പൊന്നുരുന്തി ജുമാ മസ്ജിദ്, അവിടെ ഒരു വഅ്ള് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിരുന്നപ്പോൾ ആ മഹല്ലിലെ ഖത്തീബിൻ്റെ പ്രഭാഷണമായിരുന്നു അന്ന്. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 സ്ത്രീകൾ, അവർ 5 നേരം മുടങ്ങാതെ നിസ്കരിക്കുന്ന സ്ത്രീകളാണ്. അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യഭിചാരിയായ സ്ത്രീ അവരുടെ മുന്നിലൂടെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ആ സ്ത്രീയെ ഇവർ മോശമായി കാണുകയും മോശമായി സംസാരിക്കുകയും ചെയ്തപ്പോൾ ഈ 2 സ്ത്രീകളുടെയും കൂലി ആ വ്യഭിചാരിയായ സ്ത്രീക്ക് പോയി ചേർന്നു എന്നുള്ളൊരു വഅ്ള് ഞാനിങ്ങനെ കേട്ടു. അപ്പം അത് വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇപ്പം 5 നേരം മുടങ്ങാതെ നിസ്കരിക്കുന്ന 2 പേര് കുറ്റം പറഞ്ഞപ്പോൾ ഒരു മോശപ്പെട്ട സ്ത്രീക്ക് ഇവരുടെ കൂലി പോയി ചേർന്നെങ്കിൽ, ഇത്രയും കാലം ഈ നിസ്കരിക്കുന്ന ആൾക്കാർ ഈ തബ്ബത്ത് അബൂൽ എന്ന് പറയുന്ന സൂറത്ത് ഓതുമ്പോൾ ഈ കുറ്റം പറഞ്ഞ് ഈ നിസ്കരിച്ച ആൾക്കാരുടെ കൂലിയൊക്കെ അബൂലഹബിന് കിട്ടിയിട്ട് അബൂലഹബ് സ്വർഗത്തിൽ പോയി കാണൂലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം, അല്ലാഹ്, നിങ്ങളുടെ ചോദ്യം വല്ലാത്തൊരു ചോദ്യം. ഞാൻ പറഞ്ഞേ, തർക്കിക്കാനാണെങ്കിൽ നമുക്കിങ്ങനെ പലതും ചോദിച്ച് തർക്കിക്കാം. ഇന്ന് നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, അങ്ങനെ പല വാദികളുമുണ്ട്. വാദങ്ങൾ നടത്താനാണെങ്കിൽ നമുക്ക് എന്ത് പൊട്ടത്തരം വേണമെങ്കിലും വിളിച്ച് പറയാം. അപ്പൊ നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഇവരൊക്കെ ഈ പറയുന്ന ഖത്തീബ് ഒരു ദിവസം വന്നിട്ട് അദ്ദേഹം എന്നോട് പറയുന്നതാണ്, ഈ പള്ളിയിലെ മൊല്ലാക്കാന് ഇവിടുന്ന് ഓടിക്കാൻ വല്ല വഴിയുണ്ട്. ഇയാൾ വിചാരിച്ചു ഞാനൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ പണി എന്തോ സ്മാവ് പണിയാണ്. ഞാൻ ചിരിച്ചുപോയി. ഞാൻ ചോദിച്ചു, മൊല്ലാക്കാനോട് എന്താ ദേഷ്യം? അയാൾ എനിക്കിങ്ങനെ പാര വെക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടൊരു മഹല്ലാണിത്, എന്നെ ഓടിക്കാനുള്ള പണിയൊക്കെ അയാൾ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുസ്താദെ, നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് എത്രയോ ആൾക്കാരാണ് വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ വരുന്നത്. ഖുതുബയുടെ സമയത്ത് വാള് കൈമാറുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ്? മൊല്ലാക്ക നിങ്ങളുടെ കയ്യിലേക്ക് വാള് തരുമ്പോൾ നിങ്ങളെ വെട്ടണോ എന്നുള്ള ചിന്തയായിരിക്കും. വാങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും അങ്ങനെ തന്നെ ആയിരിക്കൂലേ? ഇപ്പൊ നിസ്കരിക്കാൻ നിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരും മണ്ടന്മാരാകണല്ലേ എന്ന് ചോദിച്ചു. ഇത്തരം ചിന്തകൾ കൊണ്ടാണോ നിങ്ങളൊക്കെ ഇമാമായി നിൽക്കുന്നതെന്ന് ചോദിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം വല്ലാത്തൊരവസ്ഥയിലായി. അപ്പം അങ്ങനെ പല ഇമാമുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്, പലരുടെയും സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലവരും അതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ എന്തൊക്കെയോ ആയി മാറുന്ന പലതരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ വിഷയം ഇവരെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതൊരു പരദൂഷണമായി പോകും. നമ്മുടെ കൂലി എന്തിനാ വെറുതെ കളയണത്? അപ്പം അതുകൊണ്ട് ഞാനിതൊരു ഉദാഹരണമാക്കി പറഞ്ഞതാണ്. കാരണം ആരെയും നമ്മളൊന്നും പറയണ്ട. പലർക്കും പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്, പലരിലും പല പോരായ്മകളുണ്ട്, പലർക്കും പലതരത്തിലുള്ള അറിവുകളാണുള്ളത്. ഓരോ രീതിയിലും അവരവർ മനസ്സിലാക്കിയ അറിവ് അവരവർക്ക് വലുതാണ്. നമ്മൾ അതിലേക്കൊക്കെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനായി പോകും. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്കൊന്നും പോകാതെ, ഇവിടെ ഒരു മുസ്ലിമായി നമ്മൾ ജനിച്ചിട്ടുണ്ട്, നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഇബാദത്തുകളുണ്ട്, അത് വൃത്തിയിൽ ചെയ്യാൻ പഠിക്കുക. അത് ബാക്കി എല്ലാ കാര്യങ്ങളും ആധികാരികമായ വിഷയങ്ങളിലേക്ക് കടക്കാനൊന്നും നമ്മളായിട്ടില്ലല്ലോ. നമ്മളൊക്കെ കുറച്ച് അറിവിൻ്റെ ആൾക്കാരാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ജീവിച്ച് മരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ നാവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും എല്ലാം ഒന്ന് നന്നാക്കി എടുക്കാനുള്ള പരിശ്രമമാണ് നമുക്ക് ആവശ്യം. നമ്മൾ നന്നായിട്ടല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും. നന്നായി കിട്ടാനാണ് പാട്, നല്ലത് പറഞ്ഞു കൊടുക്കാനും പാടാണ്. മൂസാ നബിയുടെയും ഈസാ നബിയുടെയും അവരുടെയൊക്കെ ചരിത്രം നമ്മളിപ്പോൾ കേട്ടിട്ടെന്താ കാര്യം? ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാലത്തിനനുസരിച്ച് യാത്ര ചെയ്യണം. അപ്പം ഇവിടെ ആവശ്യം എന്താണ്? നല്ല മനസ്സുണ്ടാകുക, എല്ലാ വിഭാഗങ്ങളെയും റെസ്പെക്റ്റോടുകൂടി കാണാൻ നമ്മൾ തയ്യാറാവുക. ഇവിടെ ക്രിസ്തു മതമുണ്ട്,
ഹിന്ദുമതമുണ്ട്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾ വലുതാണ്. മതം മനസ്സിൻ്റെ ഉള്ളിലിരിക്കട്ടെ, അത് മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഇസ്ലാം ഉണ്ടായിക്കഴിഞ്ഞു. ഉണ്ടാകുന്നതിന് മുമ്പ് യുദ്ധങ്ങളും കുരിശുയുദ്ധങ്ങളും പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പം ഉണ്ടായിക്കഴിഞ്ഞല്ലോ, ഇനി അത് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അതിൻ്റെ തെറ്റും ശരിയൊക്കെ റബ്ബിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യാൻ? അപ്പം അതുകൊണ്ട് അത്തരം മേഖലകളിലേക്ക് കടന്നു ചെല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സൂഫികൾ അതാണ് ചെയ്തത്. ഏതൊരു മനുഷ്യനെയും കുറ്റം പറയാത്ത ഒരു മനുഷ്യനാക്കി മാറ്റുകയും അവനവൻ്റെ നഫ്സിനെ ശുദ്ധീകരിക്കാനും വരുന്ന മോശമായ ചിന്തകളെ പരിശ്രമിച്ച് മാറ്റിയെടുക്കാനും എല്ലാ മനുഷ്യരെയും കരുണയോടുകൂടി കാണാനും നമ്മുടെ കാരുണ്യം കണ്ടുകൊണ്ട് അവർക്ക് അത് ബോധ്യപ്പെടാനും അങ്ങനെ നല്ലത് പറഞ്ഞ് നല്ലത് ചെയ്തൊക്കെ പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ജോലി. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ പറയുന്നത്. കാരണം ഇതിപ്പോൾ 1-ാം ക്ലാസ്സാണ്. ഈ 1-ാം ക്ലാസ്സിലെ ഇൽമാണ് ഞാൻ പറയണത്. ആദ്യം നമ്മളൊന്ന് ശരിയാകും, നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും. ബാക്കി വലിയ വലിയ ഹദീസിലേക്കൊന്നും കടക്കാൻ നമ്മളൊന്നും ആയിട്ടില്ല. അതൊക്കെ പണ്ഡിതന്മാർ ചെയ്യട്ടെ, അതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ്. നമുക്ക് പറഞ്ഞിരിക്കുന്നത് 5 നേരം നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. ആദ്യം നമ്മളൊന്ന് ശരിയാക്കും. ഇത് നമ്മൾ ശരിയാകാതെയാണ് റബ്ബിനോട് ദുആ ചെയ്യണത്. നമ്മൾ ശരിയായി, നമ്മൾ 100% ശരിയാണെങ്കിൽ നമ്മൾ എന്തിനു ഭയപ്പെടണം? നമ്മൾ ഭയപ്പെടുന്നത് നമ്മൾ ശരിയല്ലാത്തത് കൊണ്ടിട്ടാണ്. അപ്പം അള്ളാഹുവിനെ വല്ലാതെ ഭയക്കുന്നത് നമ്മൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ്. നമ്മൾ ശരിയാണെങ്കിൽ അള്ളാഹു ഏറ്റവും കരുണയുള്ളവനാണ്, സ്നേഹിതനാണ്. ഇപ്പം നമ്മളുടെ മക്കള്, നമ്മളെന്ത് സ്നേഹത്തോടു കൂടിയാണ് നമ്മളെ മക്കളെ നോക്കുന്നത്. ആ മക്കൾക്ക് നമ്മളോടൊരു സ്നേഹവും വാത്സല്യമുണ്ട്. ഉമ്മയാണ് വാപ്പയാണെന്നുള്ള വാത്സല്യമുണ്ട്. പക്ഷെ അവർക്കൊരു തെറ്റ് ചെയ്യാനൊരു പേടിയുണ്ടാവും. എന്താണ്? ആ ഭയം, രക്ഷിതാവിനോടുള്ള ഒരു ഭയം എന്നതുപോലെ. അത് കാരുണ്യത്തിൻ്റെ ഭയമാണ്. എന്നതുപോലെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് ഒരു വല്ലാത്ത ടെൻഷനായിരിക്കും, ഭയങ്കര ഭയമായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകളിലും ആശയക്കുഴപ്പത്തിലും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പങ്കപ്പാടിലും നുണ പറഞ്ഞും ഒക്കെ ഇങ്ങനെ പോണേണ്. ആ സാഹചര്യം കൊണ്ട് നുണ പറയേണ്ടവരുണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്തു പോകുന്നവരുണ്ട്. അതിനെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ തൗബ ചെയ്യുക. ആദ്യം നമ്മളെ ഒന്ന് ശരിയാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ 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 അപ്പുറത്തേക്ക് പോകാം. ഇത് നമ്മൾ എങ്ങും ശരിയായിട്ടില്ല. അതിനു മുമ്പേ തന്നെ നമ്മൾ കയറിയിട്ട് വലിയ വലിയ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് ചർച്ച ചെയ്യുന്ന ആൾക്കാരായി. അപ്പം ആദ്യം നമ്മളെ ഒന്ന് ശരിയാക്കുക. നമ്മളെ ഒന്ന് ശരിയാക്കിയാൽ പയ്യെ പയ്യെ നമ്മുടെ വീടും ശരിയായി വരും, നമ്മുടെ മക്കൾ ശരിയായി വരും, എല്ലാം നന്നായി വരും. അപ്പോൾ എല്ലാം നന്നായി വരണമെങ്കിൽ നമ്മൾ നന്നാകാൻ ശ്രമിക്കണം. ഞാൻ ചില ആളുകളോട് പറയാറുണ്ട്, നമ്മുടെ മക്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് മക്കൾ കാണിച്ചു തരും. അവർക്ക് പ്രായപൂർത്തി എത്തുന്ന സമയം വരെ നമുക്ക് തെറ്റുതിരുത്താനുള്ള സമയമുണ്ട്. കാരണം നമ്മൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ അവരിൽ പ്രകടമാകും. അപ്പോൾ ദേഷ്യം വരും. ഇപ്പോൾ ഒരു പാപ്പയും ഉമ്മയും അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. പക്ഷെ മക്കൾ വളർന്നു വന്നപ്പോൾ അവരും പയ്യെ പ്രണയിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ പാപ്പാക്ക് ദേഷ്യം. അപ്പോൾ ദേഷ്യമല്ല വേണ്ടത്, ഞാനും ഇതുപോലെയല്ല ചെയ്തതെന്നുള്ള ഒരു ചിന്ത തന്നിലേക്ക് വരണം. അപ്പോൾ അന്ന് ഞാൻ ചെയ്തപ്പോൾ എൻ്റെ രക്ഷിതാക്കൾക്കും ഇതേപോലെ സങ്കടമുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലുക. അപ്പോൾ അങ്ങനെ മക്കൾ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ അവരെ ചാടിക്കേറി ശാസിക്കുന്നതിന് മുമ്പായിട്ട് ആ ചെയ്ത തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് നമുക്ക് മക്കളുടെ നേരെ കയറാം.
മക്കളൊരു തെറ്റ് ചെയ്താൽ വേഗം ചാടി നീ അങ്ങനെ ചെയ്യോടാ ഇങ്ങനെ ചെയ്യോടാ എന്നും പറഞ്ഞ് അവരെ തല്ലിക്കൊല്ലാനാ നോക്കണം. അതല്ല, അവരങ്ങനൊരു സംഭവം ചെയ്താൽ നമ്മളൊന്നിരുന്ന് ആലോചിക്കണം, ഇവൻ ചെയ്ത കാര്യം വല്ലതും ഞാൻ ചെയ്തിട്ടുണ്ടോ? ശരിക്കൊന്ന് ആലോചിക്കുക. നമുക്കത് വേദനയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് ചെന്ന് ചോദിക്കുക, ഉമ്മ ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഉമ്മാക്ക് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ വല്ല സംഭവങ്ങളുണ്ട് ഉണ്ടെന്ന് പറയണമെങ്കിൽ നമ്മൾ തൗബ ചെയ്യണം. അവസ്ഥ എൻ്റെ മോൻ ചെയ്തപ്പോൾ എനിക്ക് വിഷമമായി, അപ്പോൾ ഞാൻ ചെയ്ത സമയത്ത് എൻ്റെ ഉമ്മാക്കും വിഷമമായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ തിരിച്ചറിയിപ്പിച്ച് തരികയാണ്. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ തൗബ ചെയ്ത് നമ്മൾ ശുദ്ധിയാവണം. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾ കിടന്ന് അലമുറയിട്ട് കരയും, അതിനെ വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പിള്ളേരും സ്കൂളിലേക്ക് പോകാൻ മടി പിടിക്കുമ്പോൾ അവരോട് ദേഷ്യപ്പെടുന്നതിന് മുമ്പ് നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കുക, നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് വെച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ വിടണ്ട എന്നല്ല ഞാൻ പറയണത്. കുട്ടികളിൽ ഒരു തെറ്റ് കണ്ടാൽ ആദ്യം നമ്മളെ പരിശോധിച്ചിട്ട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചെല്ലുമ്പോൾ കുട്ടികൾ നന്നായി വന്നോളും. അതാണ് ഏറ്റവും വലിയ മരുന്ന്. മറിച്ച് അവരെ നന്നാക്കാൻ പോകരുത്. നമ്മൾ ചെയ്ത തെറ്റൂടെ കിടക്കണേണ്, ആ തെറ്റും വെച്ചിട്ടാണ് അവരെ നന്നാക്കാൻ പോണത്. അപ്പോൾ എന്താണ്, ആ അഴുക്ക് അവരിലേക്ക് പകർന്ന് അവർ വലിയ തെറ്റിൻ്റെ ഉടമകളായി മാറും. അതേപോലെ തന്നെ വേറൊരു വിഷയമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന്. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നൊരു വിഷയം പറയാം. ഒരു കുട്ടി ഒരു പയ്യനുമായിട്ട് വളരെ ഇഷ്ടത്തിലായി. ഇത് രക്ഷിതാക്കൾ അറിഞ്ഞു. മകനെ ആ പെണ്ണിൽ നിന്ന് മോചിപ്പിക്കാൻ ചെക്കൻ്റെ ആൾക്കാർ, പെണ്ണിനെ അവനിൽ നിന്ന് മോചിപ്പിക്കാൻ പെണ്ണിൻ്റെ ആൾക്കാർ, രണ്ടുപേരും പരസ്പരം പിരിയില്ല എന്ന് അവര്. ചെക്കൻ്റെ വീട്ടുകാർ ഏത് മതത്തിലാണോ നിലകൊള്ളുന്നത് അവര് അതുപരമായിട്ടുള്ള പ്രാർത്ഥനകൾ, എങ്ങനെയെങ്കിലും എൻ്റെ മോൻ അതിൽ നിന്നൊന്ന് ഒഴിവായി കിട്ടണേ. മറ്റേവരും രണ്ടു കൂട്ടരും പ്രാർത്ഥിക്കണേന്ന്. ആരോട്? ദൈവത്തിന്. ഇവരെ രണ്ടുപേരെങ്കിലും അകറ്റണേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലവർ വല്ല മുസ്ലിയാക്കന്മാരെ പോയി കണ്ടിട്ട് പിരിപ്പിക്കാൻ തോന്നും. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ രണ്ടുപേരും വാശിയിൽ പോയി കല്യാണം കഴിക്കുകയും ചെയ്യും. അങ്ങനെ അവർ ജീവിക്കും. ഈ പറഞ്ഞവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ വിട്ട് അവരെന്തെങ്കിലും ആകട്ടെ എന്നുള്ള മൈൻഡായി. അവർക്കൊരു കുട്ടിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ പിണക്കമൊക്കെ മാറിയിട്ട് സ്നേഹത്തിലേക്കൊക്കെ വരും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ രണ്ടുപേരും പിരിയേണ്ട ഒരു സാഹചര്യം വന്നത്. ചിലപ്പോൾ ഭർത്താവ് ആക്സിഡന്റ്, അല്ലെങ്കിൽ ഭാര്യക്കൊരു രോഗം. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചു വെച്ചിരിക്കുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെങ്കിൽ രണ്ടു കൂട്ടരും പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരവാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒന്നാകുമ്പോൾ ഇവർ തിരിച്ചും പ്രാർത്ഥിക്കണം, അല്ലാഹുവേ അവർ ഒന്നായി, ഇനി അവർക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചത് പിരിയാനായിരുന്നു, അതുകൊണ്ട് അവരെ ഇനി പിരിയിപ്പിക്കാതെ ഒന്നാക്കി ജീവിക്കാൻ എന്ന് പറഞ്ഞ് രണ്ടു കൂട്ടരും ഒരുപോലെ പ്രാർത്ഥിക്കണം, തിരിച്ചു പറയണം. നിസ്കരിക്കാൻ നേരത്ത് നമുക്കറിയാലോ ളുഹറാണെന്നും അസറാണെന്നും മഗ്‌രിബാണെന്നൊക്കെ അറിയാലോ. പിന്നെ എപ്പോഴും നെയ്യത്ത് വെക്കണം എന്തിനാ? ഇപ്പൊ നെയ്യത്തിനൊരു ഫലമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെങ്കിൽ ഇവർ പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരം ഇവരിലേക്ക്, മക്കളിലേക്ക് വന്ന് ചേരുന്നത് ഇങ്ങനെയായിരിക്കും. ആക്സിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്ന് അവർ പിരിയേണ്ട സാഹചര്യം, അങ്ങനെ പിരിഞ്ഞ ആളുകളുമുണ്ട്. പക്ഷെ അറിയില്ല, ഇവരിങ്ങനെയൊക്കെ കാണിച്ചത് കൊണ്ടാണ് അവർ പിരിഞ്ഞതെന്ന് മനസ്സിലായില്ല. പിരിയുമ്പോൾ പറയും അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ. അവളുടെ ഗതി. നേരെ തിരിച്ച് ഇവരുടെ ആൾക്കാരും പറയും നീ ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? എന്താ? ഇവര് ചെയ്ത തെറ്റിന്റെ ഫലമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു പോണം. അതുകൊണ്ടാണ് ദിവസവും ഇരുന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നല്ല ആള്, മനസ്സിലാക്കാൻ താല്പര്യമുള്ള നല്ല സ്നേഹിതർ, ഒരു തർക്കം ഉണ്ടാക്കരുത്. നമുക്ക് മാന്യമായ രൂപത്തിൽ വിഷയങ്ങളെ സംസാരിച്ച് മുന്നോട്ട് പോകാം. ആ മാന്യതയോടുകൂടി കേൾക്കുക. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിവുണ്ടാകും. എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളും അറിവുകളും ഉള്ളവരാണല്ലോ. എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവരും വളരെ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കും നിങ്ങൾ.
എനിക്ക് അത്രത്തോളം ഒന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ നടന്ന സമയത്ത് കിട്ടിയ എൻ്റെ അനുഭവങ്ങൾ ആണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ലോകത്ത് തർക്കമില്ലാതെ ശാന്തമായ നമ്മളുടെ വിശ്വാസങ്ങൾ, ഓരോ വ്യക്തികളുടെയും വിശ്വാസങ്ങൾ, അതിനെയൊക്കെ മാനിച്ചുകൊണ്ട് ഒരാളെയും നിർബന്ധിച്ച് വലിച്ചിഴക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർ ജീവിക്കുന്ന രീതി കാണുമ്പോൾ, അല്ലെങ്കിൽ ജീവിക്കുന്ന ആ ഒരു അവസ്ഥ കാണുമ്പോൾ പരസ്പരം മനസ്സിലാക്കി തന്നെ, അങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ നമ്മളെങ്ങനെ അത് വിധിയാണ്. ഓരോരുത്തരും ഓരോ വിധിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ക്രിസ്ത്യാനി ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിക്കണമെങ്കിൽ അവനിക്ക് മുസ്ലിം മതം ഒരിക്കും വലുത്. ഒരു മുസ്ലിം പയ്യനെ ക്രിസ്തു മതത്തിലാണ് കൊണ്ടുപോയിട്ട് കൊടുക്കണമെങ്കിൽ അവനിക്ക് ക്രിസ്തു മതം ഒരിക്കും വലുത്. പക്ഷെ അവൻ ജനിച്ചത് മുസ്ലിമായിട്ടാണെങ്കിൽ, അപ്പം ഇതൊക്കെ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അല്ല, ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്നാണ്. അതാണ് കുട്ടികളുടെ മനസ്സ് പോലെ ആവണം നമ്മുടെ മനസ്സ്. ഒരു കളങ്കമില്ലാത്ത മനസ്സ്, അതിലേക്ക് നമ്മൾ തിരിച്ചെത്തണം. വെള്ളം പോലത്തെ ഒരു മനസ്സാകണം. ആ വെള്ളം പോലത്തെ ഒരു മനസ്സാക്കി എടുക്കാൻ വലിയ പാടാണ്. നമ്മുടെ വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞ് ചെളിയായി കിടക്കണേ. ഇനി അത് തെളിനീരാക്കി എടുക്കാനായിട്ടുള്ള പ്രയത്നമാണ് നമുക്ക് വേണ്ടത്. നല്ലോണം തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ അടിവരെ നമുക്ക് കാണാൻ പറ്റും. കലങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് അടിത്തട്ട് കാണാൻ പറ്റൂല. അപ്പൊ നമ്മളിങ്ങനെ കലക്കി മറിച്ചിട്ടാക്കണേ. അതുകൊണ്ട് നമ്മളൊന്ന് നമ്മളെ തെളിയിപ്പിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. ഞാൻ പലരോടും പറയാറുണ്ട്, രാവിലെ ഉണരുമ്പോൾ തന്നെ ചാടി എണീക്കല്ലേ, അൽഹംദുലില്ലാ. കണ്ണ് തുറക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാ എന്ന് പറയണം. അല്ലാഹുവിന് സ്തുതി പറയണം. കണ്ണ് തുറന്നുകൊണ്ടാണല്ലോ ഇനി ജീവിതമൊക്കെ മുമ്പിൽ കിടക്കണത്. ഉറക്കത്തിലേക്ക് പോയപ്പോൾ നമ്മളെല്ലാം മറന്നുറങ്ങി. പക്ഷെ കണ്ണ് തുറക്കുമ്പോൾ അൽഹംദുലില്ലാ എങ്കിലും നമുക്കും ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും ചിലരൊക്കെ മറന്നു. എണീച്ച് പല്ല് വെക്കാൻ നേരത്തായിരിക്കും ഓർക്കണം, ഓ അൽഹംദുലില്ലാ എല്ലാം പറഞ്ഞെല്ലാം മറന്നു, അൽഹംദുലില്ലാ. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ചില ആൾക്കാരൊക്കെ ഈ കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന രൂപത്തിലൊക്കെ അൽഹംദുലില്ലാ എഴുതി ഒട്ടിച്ചു വെച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അവർ കണ്ണ് തുറക്കുമ്പോൾ തന്നെ അത് വായിക്കും, അൽഹംദുലില്ലാ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ റബ്ബിനെ സ്തുതി പറഞ്ഞുകൊണ്ട് ഉണരുക. എന്നിട്ട് വൃത്തിയായിട്ട് പോയി വുളുവൊക്കെ എടുത്ത് വന്ന് ആ സുബഹി നിസ്കരിക്കുക. എന്നിട്ട് നമ്മുടെ ജോലിയിലേക്ക് ഇറങ്ങുക. എപ്പോഴും പ്രാധാന്യം ആദ്യം നമ്മൾക്ക് ശ്വാസം തന്ന, ഓക്സിജൻ തന്ന ദൈവത്തിനാണ്. അത് കഴിഞ്ഞിട്ടാണ് ജീവിതം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുത്ത സ്റ്റെപ്പ് ലോഹർ, നമ്മൾ വീണ്ടും റീചാർജ് ചെയ്തു, അടുത്ത പണി ചെയ്തു. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ആയാലും മറ്റുള്ള സാധനങ്ങൾ, പെട്രോൾ അടിച്ചാലും വണ്ടി ഓടുള്ളൂ, തീരുമ്പോൾ പിന്നെ അടിക്കും, തീരുമ്പോൾ പിന്നെ അടിക്കും. അതുപോലെ 5 നേരം നമ്മൾ റീചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ ചാർജിങ്ങും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നേരെ മറിച്ചാണ്, ഉപയോഗിക്കാൻ വേണ്ടിയാണ് റീചാർജ് ചെയ്യണമെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഞാൻ പലരോടും പറയുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടി മരിക്കുന്നതും മരിക്കാൻ വേണ്ടി ജീവിക്കുന്നതും. ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും ജീവിക്കാൻ വേണ്ടിയിട്ട് മരിക്കണം. എങ്കിൽ മരിക്കാൻ വേണ്ടി ജീവിച്ചു നോക്കി ഒരു പ്രശ്നവുമില്ല. മരിക്കാൻ വേണ്ടി ജീവിക്കുക, കാരണം ഞാൻ മരിക്കാനുള്ളവനാണ്. ആ ഒരു ഓർമ്മയോടുകൂടി ജീവിക്കുമ്പോൾ, ഞാൻ ഈ പറയുന്ന ഞാൻ പോലും 40-45 വയസ്സായപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കണത്. അപ്പോഴത്തേക്ക് നമുക്ക് കുടുങ്ങാനുള്ള സ്ഥലത്തൊക്കെ കുടുങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇനി ആ കുടുക്കുകൾ നമ്മൾ അഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ വേറെ നമ്മൾ പറയുന്ന വിഷയങ്ങൾ, അപ്പൊ നമ്മൾ പറയുക, പ്രകൃതിയോട് പറയുക. ഞാനിവിടെ നോക്കിയിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന കുറെ പ്ലേറ്റ്, എൻ്റെ പ്രേക്ഷകരിതാണ്, പ്ലേറ്റ്, ഗ്ലാസ്, കുപ്പി ഒക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത് സംസാരിച്ച് തീർന്ന് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അറിയാത്ത, എന്നെ അറിയുന്നവരോ അറിയാത്തവരായ ആൾക്കാരൊക്കെ നിങ്ങളിരുന്ന് കേൾക്കും. നിങ്ങളുടെ മനസ്സിലേക്കത് ഒരു ഭംഗിയായി തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഗിഫ്റ്റ്, അൽഹംദുലില്ലാ നന്നായിട്ടുണ്ട്. ചില ആൾക്കാർ താനെന്താണോ പറയണം ഇതും കേൾക്കും, എല്ലാം കേൾക്കും, എല്ലാം സ്വാഭാവികമാണ്. എല്ലാത്തിനും റബ്ബിനെ സ്തുതി ഇങ്ങനെ പറയാൻ, ഇങ്ങനെ പറഞ്ഞ്
നമ്മുടെ മനസ്സിനെ വെള്ളം പോലെ ആക്കിയെടുക്കണം. എല്ലാവരും കാലത്തെ തന്നെ ഉണരാൻ ശ്രമിക്കുക. സുബഹിക്ക് പ്രാധാന്യം കൊടുക്കുക. എന്നിട്ട് ജോലിക്ക് പ്രാധാന്യം കൊടുക്കുക. നിസ്കരിക്കുന്നവരൊക്കെ അതിൻ്റെ ഭംഗിയിൽ നിസ്കരിക്കാൻ ശ്രമിക്കുക. വെറുതെ പോയി വേസ്റ്റായിട്ട് ഒന്നും ചെയ്യരുത്. ചെയ്യണത് വൃത്തിയായിട്ട് ചെയ്യുക. തൽക്കാലം നിർത്തുന്നു.